നമസ്കാരം. 144 വർഷത്തിന് ശേഷം വന്നെത്തുന്ന മഹാകുംഭമേളയ്ക്ക് കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിൽ തുടക്കം. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയ്ക്ക് വിദേശികൾ ഉൾപ്പെടെ 45 കോടിയിലേറെ പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി ഇന്നലെ നടന്ന ത്രിവേണി സ്നാനത്തിൽ മാത്രം പങ്കെടുത്തത് 25 ലക്ഷത്തിലേറെ ഭക്തരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തി ക്ഷണിച്ചിരുന്നു. പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ 45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചടങ്ങുകൾ. മകരസംക്രാന്തി ദിനത്തിലും ജനുവരി 14 മൗനി അമാവാസി ദിനത്തിലും ജനുവരി 19 വസന്ത പഞ്ചമി ദിനത്തിലും ഫെബ്രുവരി 3 മാഘി പൂർണിമ ദിനത്തിലും ഫെബ്രുവരി 12 മഹാശിവരാത്രി ദിനത്തിലുമാണ് ഫെബ്രുവരി 26 പ്രധാന സ്നാനങ്ങൾ നടക്കുക. കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതോടെ പാപങ്ങൾ എല്ലാം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. മഹാകുംഭമേളയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് യുപി സർക്കാർ നടത്തിയിരിക്കുന്നത്. സജ്ജീകരണങ്ങൾക്കായി മാത്രം 7000 കോടി രൂപ ചിലവഴിക്കുന്നു. 2019 മുതൽ 24 കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി യുപി സർക്കാർ ചിലവഴിച്ചത് 3500 കോടി രൂപയായിരുന്നു. അന്ന് താൽക്കാലിക നഗരവിന്യാസത്തിന് വേണ്ടി 3200 ഹെക്ടർ സ്ഥലമാണ് നീക്കിവെച്ചതെങ്കിൽ ഇത്തവണ അത് 4000 ഹെക്ടറാണ്. പ്രയാഗ്രാജിൽ 12 കിലോമീറ്റർ നീളത്തിൽ സ്നാനഘാട്ടുകൾ തയ്യാറാക്കി. കുംഭമേള സമയത്ത് ഇത് 8 കിലോമീറ്റർ ആയിരുന്നു. വാച്ച് ടവർ, അണ്ടർ വാട്ടർ ഡോൺ നിരീക്ഷണം ഉൾപ്പെടെ വിപുലമായ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 3000 ക്യാമറകൾ അധികമായി സ്ഥാപിച്ചു. സമ്പന്നരായ ഭക്തർക്ക് താമസിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ITDCയും പ്രയാഗ്രാജിൽ പ്രത്യേക ലക്ഷറി ടെന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. 14,000 മുതൽ 45,000 വരെയാണ് ITDCയുടെ ഇത്തരം ലക്ഷറി ഡ്യൂട്ടികളുടെ ഒരു ദിവസത്തെ വാടക. മഹാകുംഭമേളയിലൂടെ സംസ്ഥാനത്ത് 2 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് മഹാകുംഭമേള? പൂർണ്ണ കുംഭമേള, അർദ്ധകുംഭമേള, മാഘകുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ പലതരത്തിലുള്ള കുംഭമേളകളാണ് ഉള്ളത്. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലായി 3 വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ നടക്കുന്നത്. അവർ ദം കുംഭമേളകൾ 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും. 12 വർഷങ്ങളിലെ ഇടവേളകളിലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. 12 കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള വരുന്നത്. പ്രയാഗ്രാജിൽ മാത്രമായിരിക്കും മഹാകുംഭമേള നടക്കുന്നത്.